വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറി ആയിട്ടാണ്. കുടംപുളി ഇട്ട് വെച്ച് മുളകിട്ട മീൻകറി. അപ്പം ഞാൻ എടുത്തേക്കുന്നത് വെള്ളപ്പാര എടുത്തേക്കുന്നത്. നമുക്കിനി ഞാനിപ്പം തോലൊലിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മീൻ നല്ലപോലെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി വയ്ക്കാം. ഇപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ചട്ടി വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കാം. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടുന്നുണ്ട്. നമുക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളക് കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി 4 കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇട്ട് നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 വലിയ സ്പൂൺ മുളക് പൊടി. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ച കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റി നമുക്ക് ആ എണ്ണ തെളിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ആദ്യം ചേർത്താൽ മതി, പിന്നെ നമുക്ക് മീൻ ഇടുമ്പോൾ ബാക്കി ചേർത്ത് കൊടുക്കാം. നമുക്കിനി പുളി ഇട്ട് കൊടുക്കാം. 4 വലിയ കുടംപുളി എടുക്കുന്നത്, അത് മതി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ച് നേരം അടച്ചു വെക്കാം. അതൊന്ന് നല്ലപോലെ തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ കറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഞങ്ങൾ ഒഴിച്ചിട്ടില്ല. മീൻ മുങ്ങിക്കിടക്കുന്നതിൻ്റെ അത്രയോ വെള്ളമുള്ളൂ. നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. കറിയും തിളച്ച് വരട്ടെ. നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കണം. അതിൻ്റെ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. സ്പൂണിട്ട് ഇളക്കിയാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഞങ്ങളുടെ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.